ഹായ്, ട്വിൻസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ 1 മാസം ആയിട്ടില്ല. ഞങ്ങളിതിനകത്ത് കുറേ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്വിൻസ് വേൾഡിൻ്റെ ഫാമിലിയിലേക്കൊരു 400ഓളം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ നമുക്ക് 400 പേരെന്ന് പറഞ്ഞാൽ 400 കോടിക്കണക്ക് ആ ഒരു ലെവലിലാണ് നമുക്ക് സന്തോഷം. അപ്പോൾ ഒരുപാട് പേര് പല സ്ഥലത്തുനിന്നും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്, അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ്സ് ഉണ്ടെങ്കിലല്ല, കമൻറ്റ് എന്താ നിങ്ങളുടെ ഒരു സജഷൻസ് എന്തായാലും, എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതിൽ തെറ്റുകുറ്റങ്ങളായാലും നമുക്ക് കമൻ്റായിട്ട് നമ്മളോട് പറയണം. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരാന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതൊന്ന് പറയാനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ മെയിനായിട്ടും ചെയ്യാൻ കാര്യം. അപ്പോൾ അവരാരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനി അവരുടെ സപ്പോർട്ട്, ഇനി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം മുന്നോട്ടും. അപ്പോൾ ഇവർ ട്വിൻസാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ട്വിൻസ് വേൾഡിൽ നിന്നിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിതിപ്പോൾ ഒരു റെൻറ്റിനാണ് താമസിക്കുന്ന വീടാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ ഒരുപാട് സ്ഥല പരിമിതികളുണ്ട്. അതായത് ഇവിടെ ഒത്തിരി ഫാമിലി ഉണ്ട്, ഇവിടെ 10 അതിൽ കൂടുതൽ അത്രയും ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഒരു പോർഷൻ നമ്മുടെ ഏരിയയിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പം വെട്ടത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി വന്ന് ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം അങ്ങനെ കുറവാണ്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേനേ ഉള്ളൂ അങ്ങനെ പറ്റാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് നിങ്ങൾ കണ്ട സ്ഥലങ്ങളും റൂമുകളും തന്നെയായിരിക്കും കാണുന്നത്. അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വാടക വീടായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോ തുടക്കക്കാരായതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീഡിയോയുടെ ക്ലാരിറ്റിയിലായാലും ലൈറ്റിങ്ങിൻ്റെയും അങ്ങനെയൊക്കെ നമുക്ക് മൈക്കും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഷൂട്ട് ചെയ്യുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. മുന്നോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഇതിലും കൂടുതൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 പേരെ ഉള്ളെങ്കിലും അത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും നമുക്കൊരു കൂട്ടുകാർ അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് കുറേ ആൾക്കാർ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതല്ലേ. അപ്പം ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു വീട്ടിലെ ജോലികളും കഴിഞ്ഞ് ഹസ്ബൻഡും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. എൻ്റർടൈൻമെൻ്റ് എന്നല്ല, നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതിപ്പോൾ എനിക്ക് എൻഗേജ്ഡ് ആവാൻ ഒരു കാര്യം, നിങ്ങൾ ആരൊക്കെ എൻ്റെ ഇത് കണ്ടു, ആരൊക്കെ വരുന്നുണ്ട്, ആർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ എന്നെ എവിടെയൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അതിൽ കുറേ പേർക്ക് എന്നെ ഇഷ്ടം ഉണ്ടാവാം, മറിച്ചും ആവാം. എങ്ങനെയായാലും അതൊക്കെ ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക സുഖമാണ്, ഒരു സന്തോഷം. ഇത്രയും നാളും ആരും അങ്ങനെ മിണ്ടാനും പറയാനും ആരും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് എനിക്കിപ്പോൾ ഇത്രയും ആൾക്കാർ ഉണ്ടെന്ന് നോക്കുമ്പം അത് ഭയങ്കര സന്തോഷമുണ്ട്. അത് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷം, അത്രയും പേര്. അത് ഇനി എൻ്റെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് വരണം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ്, എവിടെയുള്ളതാണ്, അതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പറ്റുന്നത്രയും പേര് അതിനകത്ത് എന്നോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്നോട് കൂട്ടാവാൻ ശ്രമിക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കമൻറ്റെങ്കിലും ഞാൻ നോക്കാറുണ്ട്, എല്ലാം എടുത്ത് നോക്കാറുണ്ട്. അതൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ വണ്ടിക്കകത്തിരുന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ പുറത്ത് ചീവീടിന്റെ സൗണ്ട്, അണ്ണാങ്കുഞ്ഞിന്റെ സൗണ്ടൊക്കെ നമ്മളെ കഴിഞ്ഞും ഒച്ചത്തിൽ കേൾക്കുവാണ്, ഞാൻ സംസാരിക്കുന്നതിനെ കഴിഞ്ഞും ഇതായിട്ട്. അപ്പം ഭയങ്കര ചീവീടിന്റെ സൗണ്ടൊക്കെയാണ്. അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ആ സൗണ്ടൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ നിങ്ങളോട് ക്ലാരിറ്റിയോടെ എനിക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പം ഇങ്ങനെ വണ്ടിയിലിരുന്നെടുക്കുന്നത്. ഒക്കെ നമ്മുടെ സ്ഥലപരിമിതി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവാതെ അതിൻ്റെയൊക്കെയാണ്. എന്തായാലും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ അധികം നീട്ടുന്നില്ല, ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം. നിങ്ങളെല്ലാവരും എവിടെയൊക്കെയോ ഇരുന്ന് എന്നെ കാണുന്നു, അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. താങ്ക് യു.